മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തുകയെന്നത് തമിഴ്നാടിന്റെ സ്വപ്നമാണെന്നും DMK ഭരണത്തിൽ ഇത് യാഥാർത്ഥ്യമാകുമെന്നും തമിഴ്നാട് തദ്ദേശ വകുപ്പ് മന്ത്രി എ പെരിയസ്വാമി പറഞ്ഞതിൽ പ്രതികരണവുമായി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. എന്താ അടിസ്ഥാനത്തിലാണ് തമിഴ്നാട് മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഇങ്ങനെയൊരു പ്രതികരണം ഉണ്ടായതെന്ന് തനിക്ക് അറിയില്ലെന്നും നിലവിൽ സുപ്രീം കോടതിയുടെ പക്കലിരിക്കുന്ന ഒരു കേസും അതോടൊപ്പം 142 അടി വരെ ഉയർത്തി നിലനിർത്തുവാനുള്ള സാഹചര്യവുമാണ് നിലവിൽ ഉള്ളത്. ഇങ്ങനെ നിലനിർത്തണമെങ്കിൽ തന്നെ റൂട്ട് കറണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ഘട്ടത്തിലും എത്ര നില വരെ ഉയരാം എന്നുള്ള പരിശോധനയുടെ അടിസ്ഥാനത്തിലാണിത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും 152 അടിയാക്കാമെന്നുള്ള സ്ഥിതി ഇല്ലെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അത് ഏതടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്ന് നിലവിൽ സുപ്രീം കോടതിയുടെ പക്കലിരിക്കുന്ന ഒരു കേസും അതോടൊപ്പം 142 അടി വരെ ജലനിരപ്പ് ഉയർത്തി നിർത്തുന്നതിന് സാധിക്കത്തക്ക നിലയിലുള്ള സാഹചര്യം മാത്രമാണ് നിലവിലുള്ളത്. അതങ്ങനെ നിലനിൽക്കണമെങ്കിലും റൂൾ കർവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ഘട്ടത്തിലും എത്ര നില വരെ ഉയരാം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള പരിശോധനയുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ എനിക്ക് ആ നിലയിൽ കാണാൻ കഴിയുന്നില്ല. ഒരിക്കലും അതങ്ങനെ സംഭവിക്കുന്നൊരു സ്ഥിതിയില്ല. തേക്കടിയിലെ മെഗാ കാർ പാർക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സർവേ ഓഫ് ഇന്ത്യ നടത്തിയ പരിശോധനയിൽ കേരളത്തിന്റെ ഭൂമിയിലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് സുപ്രീം കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പാട്ടക്കരാറിന് പുറത്തുള്ള 1 ഇഞ്ച് ഭൂമി പോലും കേരളം വിട്ടുകൊടുക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാട് നൽകിയ മെഗാ കാർ പാർക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള മുല്ലപ്പെരിയാർ കരാർ പുനഃപരിശോധനാ തലത്തിലേക്ക് വരെ സുപ്രീം കോടതി എത്തിയിട്ടുണ്ടെന്നാണ് കോടതി പരാമർശങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചതെന്നും ഭരണഘടന നിലവിൽ വരുന്നതിന് മുമ്പുള്ള കരാർ സാധൂകരണവും സുപ്രീം കോടതി പരിശോധനയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വർഷങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന സമഗ്ര സുരക്ഷാ പരിശോധനയ്ക്ക് കേന്ദ്ര ജല കമ്മീഷൻ തമിഴ്നാടിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തി കേരളത്തിന്റെ ജീവൽ പ്രശ്നമായി കണ്ടുകൊണ്ട് ഇത്രയും പഴക്കമുള്ള ഡാം എന്ന നിലയിൽ പുതിയ ഒരു ഡാം പണിയുക എന്നത് ഇരു സംസ്ഥാനങ്ങളും ചേർന്ന തീരുമാനത്തിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പറയുന്നത് ഇവിടെ ഒരു പുതിയ ഡാം ഉണ്ടാവുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നതിനോടൊപ്പം തന്നെ തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകരുത്. തമിഴ്നാടിന് വെള്ളം കൊടുക്കാം. ഒരു സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായും അതോടൊപ്പം നമ്മുടെ ജീവൽ പ്രശ്നമായും കണ്ടുകൊണ്ട് ഇത്രയും പഴക്കമുള്ളൊരു ഡാം എന്ന നിലയിൽ ഒരു പുതിയ ഡാം ഉണ്ടാകണമെന്നുള്ള കൺസെപ്റ്റ് തമിഴ്നാടും കേരളവും തമ്മിൽ ആലോചിച്ച് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ഔട്ട് ഓഫ് കോർട്ട് ചില ഡിസ്കഷൻസ് ആകാം, അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ആ പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്. സുപ്രീം കോടതി നിലവിലുള്ള കേസിൽ കേരളത്തിൻ്റെ വാദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ തമിഴ്നാട് ശ്രദ്ധിക്കും. അതോടൊപ്പം തന്നെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ എമർജൻസി ആക്ഷൻ പ്ലാനും കൂടെ പൂർത്തിയാകുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം രൂപപ്പെടുമെന്ന് തന്നെയാണ് കേരളത്തിൻ്റെ വിചാരം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി.